നമസ്കാരം. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചത് വമ്പൻ ലോട്ടറി തന്നെയാണ്. നിർമ്മലയുടെ നിർണായകമായ ചരിത്ര നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ. സർക്കാർ ജീവനക്കാരുടെ കൂട്ടത്തോടെ പിണറായി സർക്കാരിനെതിരെ തിരിയാൻ ഇനി അധിക ദിവസം വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഉദ്യോഗസ്ഥരെ പിഴിയുന്ന കാഴ്ചയും ശമ്പളം തടഞ്ഞു വെക്കുകയും ചെയ്യുകയും ഒടുവിൽ ജീവനക്കാരോട് ഹിറ്റ്ലറുടെ സ്വഭാവം കാണിച്ച് ആ രീതിയാണ് ജീവനക്കാർ ഒന്ന് വിചാരിച്ചതാണ് പിണറായി സർക്കാരിനിട്ട് തന്നെ നല്ല ഉഗ്രൻ പണി കൊടുക്കണമെന്ന്. അതെന്തായാലും നിർമ്മല സീതാരാമൻ ഇപ്പോഴാ കൊടുത്തു കഴിഞ്ഞു. ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരണത്തിൽ നിർമ്മല സീതാരാമൻ കൊടുത്തത് ഒരു യമണ്ടൻ പണി തന്നെയാണ്. കാരണം ജീവനക്കാരുടെ ലക്ഷങ്ങളാണ് പിണറായി വിജയനും ബാലഗോപാലും കൂടെ കവർന്നത്. അതായത് ശമ്പളങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെച്ചത്. അതായത് ഡി എ കുടിശ്ശികയുമായി സർക്കാർ ആകെ കവർന്നത് 1,76,830 രൂപ മുതൽ 12,83,304 രൂപ വരെയാണ്. 19% വരുന്ന 6 ഗഡു ഡി എ കുടിശ്ശികയാണ് നിലവിൽ. പ്രതിമാസം നഷ്ടം 4,370 മുതൽ 31,692 രൂപ വരെയാണ്. ശമ്പളം പിടിക്കാൻ കരുനിയമം കൊണ്ടുവന്നു. അതിനുശേഷം ശമ്പളത്തിന്റെ 25% പിടിക്കാൻ ഓർഡിനൻസ് ഇറക്കി. നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഒരു പ്രയോജനവുമില്ലാത്ത പരിപാടി ധൂർത്ത് കാരണം കോടതി തന്നെ കണക്കിന് സർക്കാരിനെ തിരിച്ചടിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും 2019 നിശ്ചയിച്ച ശമ്പളത്തിലാണ് 2024 ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി 1 രൂപയുടെ പോലും വരുമാന വർധനവ് ജീവനക്കാർക്കുണ്ടായിട്ടില്ല. മറ്റൊരു സംസ്ഥാനത്തും സർക്കാർ ജീവനക്കാരെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ പിണറായി വിജയന്റെ പ്രിയപ്പെട്ട മക്കൾ, അതായത് സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകാനാണ് ഒരുങ്ങുന്നത്. ആദായ നികുതി പരിധി ഉയർത്തിയ വമ്പൻ ചരിത്ര പ്രഖ്യാപനവുമായി 2025 യൂണിയൻ ബഡ്ജറ്റ് പുറത്തു വന്നതോടുകൂടിയാണ് സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ BJP പക്ഷത്തേക്ക് ചാഞ്ഞത്. സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്ത ശേഷം അവരെ കറിവേപ്പില പോലെ പിണറായി വലിച്ചെറിയുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ദൈവദൂതനെ പോലെ അവരെ സഹായിക്കാൻ എത്തിയത്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ മധ്യവർഗമാണ് ഇത്രയും കാലം പിണറായിയെ താങ്ങി നിർത്തിയിരുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചപ്പോൾ തകർന്നത് പിണറായിയുടെ മനസ്സാണ്. മധ്യവർഗത്തിന് ഏറെ ആശ്വാസം നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഇളവ് പരിധി 3 ലക്ഷത്തിൽ നിന്ന് 4 ഇരട്ടിയായാണ് ഉയർത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിൽ നികുതി ഇളവ് പ്രതീക്ഷിച്ചെടുത്താണ് 12 ലക്ഷം എന്ന ചരിത്രപരമായ നീക്കം നിർമ്മല ജി നടത്തിയത്. സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണിത്. പുതിയ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതോടെ ഈ സ്ലാബിൽ വരുന്നവർക്ക് 80,000 മുതൽ 1.1 ലക്ഷം വരെ ലാഭിക്കാം. 12 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്കാണ് 80,000 വരെ ലാഭിക്കാൻ സാധിക്കുന്നത്. 25 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയും 12 ലക്ഷത്തിന് മുകളിൽ 4 മുതൽ 8 ലക്ഷം വരെയും 5% നികുതി നൽകുകയാണ് ഇരിക്കുന്നത്. 9 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15% നികുതി നൽകേണ്ടി വരിക. ഇനി മുതൽ 16 മുതൽ 20 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നവർക്ക് 20%, 24 നിന്നും 30% ആണ് അവരുടെ ഇപ്പോഴത്തെ നികുതി ഇനത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി. സ്റ്റാൻഡേർഡ് ഡിസ്ട്രക്ഷൻ കൂടിയാൽ 12.75% വരെ നികുതി ഉണ്ടാകില്ല. ആദായ നികുതിയിൽ പുതിയ ബില്ല് അടുത്ത ആഴ്ച അവതരിപ്പിക്കും. ആദായ നികുതി ഘടന ലഘൂകരിക്കുകയാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. കൂടാതെ LD ക്ലർക്ക് വരെയുള്ള ജീവനക്കാർ ഇപ്പോൾ തന്നെ നികുതിക്ക് പുറത്താണ്. UD ക്ലർക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവരും ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടി വരില്ല എന്നതാണ് കണക്കുകൂട്ടൽ. സർക്കാർ ജീവനക്കാരെ പിണറായി വിജയൻ പിണക്കിയാൽ അതിന് വലിയ വില തിരഞ്ഞെടുപ്പിൽ നൽകേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരെ ഇനി സന്തോഷിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇനി എന്താണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.